ചെറുപ്പക്കാരെ ജീവിതത്തിന് വേണ്ടി ഒരുക്കുമ്പോൾ വെറുതെ ഒരു കരിയറിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു തൊഴിലിന് വേണ്ടിയോ മാത്രം പഠിപ്പിക്കാതെ, പരിശീലനങ്ങൾ കൊടുക്കാതെ അവരെ ജീവിതത്തിലൂടെ വിജയിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ വളരെ കാലേ കൂട്ടി അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അവസരം കൊടുക്കാനും ഒക്കെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള 5 കാര്യങ്ങൾ ജീവിതത്തിൽ യുവജനത്തെ ഒരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 5 ട്രെയ്റ്റുകൾ, 5 ക്വാളിറ്റീസ് അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ പ്രത്യേകിച്ച് പേരൻസ് ആണെങ്കിലും അതുപോലെ തന്നെ സ്കൂളിങ്ങിലായാലും നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് അവരെ ഒരു ഫാക്ടറി ഫിറ്റ് ആക്കാനായിട്ടാണ്. പ്രത്യേകിച്ച് അവർക്കൊരു ജോലി ലഭിക്കണം, കരിയറിൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടാകണം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ അവസാനം നമ്മൾ ഈ ഫാക്ടറി ഫിറ്റിന് വേണ്ടിയുള്ള ഈ പ്രയാണം നടത്തി അവസാനം ഫാക്ടറിയിലും ഫിറ്റാകുന്നില്ല, ജീവിതത്തിലും ഫിറ്റാകുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് പേര് ജോലിയുള്ളവർ കുടുംബജീവിതത്തിൽ വലിയൊരു മിസ്ഫിറ്റ് ആകുന്നുണ്ട്. അതുപോലെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല ആൾക്കാർക്കും ഒരു വിവാഹ ജീവിതത്തിലൊക്കെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അവർക്കൊരു സോഷ്യൽ ലൈഫ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തിനു വേണ്ടിയാണോ സ്വപ്നം കണ്ടത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ നമ്മൾ ഈ ഒരുക്കങ്ങളെല്ലാം നടത്തിയത്, ഇത്രയും വർഷം കഷ്ടപ്പെട്ടത്, അതിൻ്റെ ഒന്നും ഫ്രൂട്ട്സ് അനുഭവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പലരും വരുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് ചെറുപ്പക്കാരെ കാണുന്നതുകൊണ്ട് പറയുകയാണ്, പേരൻസ് ആയാലും സ്കൂളിങ്ങിലായാലും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും കുട്ടികളെ ഗ്രൂം ചെയ്യുമ്പോൾ, യുവജനങ്ങളെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരുമ്പോൾ, ടീനേജേഴ്സിനെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് അവർ ഹാപ്പിയാണോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. പല കുട്ടികളും ഒരു യൂത്ത് ലെവലിലേക്കൊക്കെ വരുമ്പോൾ അവർ ഹാപ്പിയല്ല. അപ്പോൾ ഇന്ന് ഞാനൊരു ആളിനെ പരിചയപ്പെട്ടു. പുള്ളി പറയുന്നത്, സാറേ ഞാൻ ഈ വെറുതെ ഫേക്ക് ചെയ്യുകയാണ്, ഐ എം നോട്ട് റിയലി ഹാപ്പി, ഒട്ടും ഹാപ്പിയല്ല, ഹാപ്പിനെസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്ന പോലുമില്ല. ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു, ഇപ്പോൾ എനിക്കൊരു ഹാപ്പിനെസ്സും ഇല്ല. അപ്പോൾ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ഇദ്ദേഹം പഠിക്കുന്ന വിഷയങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റും തമ്മിലൊന്നും ഒരു മാച്ചും ഇല്ല. അപ്പോൾ വളരെ ഡ്രൈ ആയിട്ട് കുറേ പഠന മേഖലയിലാണ് പുള്ളി നിൽക്കുന്നത്. ഒരു യന്ത്രം പോലെ പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷ വരുമ്പോൾ എന്തെങ്കിലുമോ തട്ടിക്കൂട്ടി പരീക്ഷകളൊക്കെ ജയിക്കുന്നു, ടെക്നിക്കലി പുള്ളി കറക്റ്റായിട്ടൊക്കെ പോകുന്നു എന്നുള്ളതല്ലാതെ ഈസ് നോട്ട് എൻജോയിങ് വാട്ട് ഈസ് ഡൂയിങ്. അപ്പോൾ അത് ചില കുട്ടികളെ സംബന്ധിച്ച് അവർ പഠന മേഖലയും അവരുടെ പേഴ്സണാലിറ്റിയും തമ്മിലൊരു മിസ്മാച്ച് വരുന്നതായിരിക്കാം പ്രശ്നം. ചിലരുടെ ജീവിതത്തിൽ ഈ ഹാപ്പിനെസ് ഇല്ലാത്തതിൻ്റെ കാരണം ഈ വളർന്നു വരുമ്പോൾ അവർക്ക് ക്രൈസിസുകളെ മാനേജ് ചെയ്യാനോ, അഡ്വേഴ്സിറ്റീസിനെ മാനേജ് ചെയ്യാനോ, ചലഞ്ചസിനെ മാനേജ് ചെയ്യാനോ എന്നുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റി, ഇമോഷണൽ കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പൊതുവേ സാഡാവുന്നു. ചില ആൾക്കാർക്ക് സുഹൃത്തുക്കളില്ല, സാമൂഹികപരമായ ഒരു പ്രതിഫലനങ്ങളുമില്ല, ചിലർക്കൊരു ഹോബീസ് ഇല്ല, ഒരു ആക്ടിവിറ്റീസ് ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ അൺഹാപ്പി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ ഹാപ്പി ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിനൊരു ക്വാളിറ്റി ഉള്ളൂ. ഹാപ്പിനെസ്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഹാപ്പിനെസ് ഉള്ള ആൾക്കാർ കൂടുതൽ ഹാപ്പിനെസ് റേഡിയേറ്റ് ചെയ്യുകയും അവർക്ക് ചുറ്റും ഒരു ലോകം സൃഷ്ടിക്കുകയും അവിടെയൊക്കെ ധാരാളം മനുഷ്യരുമായിട്ട് അവർ കണക്റ്റഡ് ആകുകയൊക്കെ ചെയ്യും. അപ്പോൾ ഹാപ്പി ആയിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ക്വാളിറ്റി കണ്ടീഷനാണ് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് അവരെ ഹാപ്പി ആയിട്ട് ഇരുത്താൻ പ്രത്യേകമായിട്ട് ശ്രമിക്കുക. അവരുടെ മെൻ്റൽ ഹെൽത്തൊക്കെ ഓക്കെയാണ്. പിന്നെ ഹാപ്പി ആവാനായിട്ട് പ്രത്യേകമായിട്ട് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് നല്ല എക്സസൈസൊക്കെ ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് ആക്ടിവിറ്റീസ് ഉണ്ട്, സോഷ്യൽ കണക്ഷൻസൊക്കെ ഉണ്ട്, പല പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്, നമ്മളെക്കാളും പ്രയാസമുള്ള ആൾക്കാരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഇടപെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ താങ്ക്ഫുൾ ആകുകയും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുകയും ഹാപ്പി ആവുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നേരെ മറിച്ച് ഒരുപാട് സ്ക്രീൻ ടൈമും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡള്ളായിട്ട് വിഡ്രോ ചെയ്ത് ഒതുങ്ങിക്കൂടി, അതുപോലെ തന്നെ പഠിത്തം, ട്യൂഷൻ, കോച്ചിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കൂടുതൽ അൺഹാപ്പി ആവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസോ ഇമോഷണൽ ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പക്കാർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ഒരു നല്ല തെറാപ്പിസ്റ്റിനെയോ കൗൺസിലറിനെയോ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയും ഒരു ശ്രമം അതിനെ ഒന്ന് ഓവർകം ചെയ്യാനുള്ളൊരു ശ്രമം, അതിന് മൂന്നാമതൊരാളിൻ്റെ ഹെൽപ്പ് എടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷെ പലപ്പോഴും കാണുന്നത് നമ്മൾ ശാസ്ത്രമൊക്കെ ഇത്രയും പഠിച്ചിട്ടും സമൂഹമൊക്കെ ഇത്രയും വളർന്നിട്ടും ഗാഡ്ജറ്റുകളൊക്കെ ഏറ്റവും വില കൂടിയതൊക്കെ കയ്യിലുണ്ടെന്നുള്ളതല്ലാതെ ഒരു സയൻസ് ടെമ്പർമെൻറ്റ്, നമ്മുടെ ഒരു ശാസ്ത്രീയമായ
രീതിയിലൊരു കാര്യങ്ങളെയൊക്കെ സമീപിക്കുന്ന ഒരു രീതി നമുക്കില്ല. നമ്മൾ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നാൽ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്കൊക്കെ നമ്മൾ വന്നാൽ, നമ്മൾ വളരെ അൺഹാപ്പി ആയാൽ, സാഡ് ആയാൽ, അതുമൊക്കെ വെച്ചുകൊണ്ട് അകത്തിരിക്കുന്ന ഒരു രീതിയാണ് പലർക്കും ഉള്ളത്. പിന്നെ പല ആൾക്കാർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ ദുരഭിമാനങ്ങളും ഈഗോയും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരു ഹെൽപ്പ് എടുക്കാനോ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് ആരോഗ്യപരമായ ഒരു ജീവിത അന്തരീക്ഷത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷേ വരുമ്പോൾ നമ്മളെ ഒരു അൺഹാപ്പിനെസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു, നമുക്കൊന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, നമ്മൾ വളരെ ചുരുങ്ങിപ്പോകുന്നതായിട്ട്, നമ്മുടെ ജീവിതം ചുരുങ്ങിപ്പോകുന്നതായിട്ടൊക്കെ തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മളതിനെ ഓവർകം ചെയ്യാൻ മറ്റൊരാളുടെ ഹെൽപ്പ് എടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യുവജനങ്ങൾ വളർന്നു വരുന്ന സമയത്ത് അവരിലുണ്ടാകേണ്ട വലിയൊരു ക്വാളിറ്റിയാണ് അവനവനെ റെസ്പെക്റ്റ് ചെയ്യുക, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക. സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവർക്ക് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ക്വാളിറ്റി ഉണ്ട്. ഇന്ന് പലർക്കും ആ കാര്യങ്ങൾ അറിയില്ല, അവരെ ആരും അത് പറഞ്ഞു കൊടുക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഞാൻ ഇന്നൊരു സ്കൂളിൽ പോയി, ഒരു പൊതുവിദ്യാലയത്തിലാണ് പോയത്. വലിയൊരു കെയോസിലേക്കാണ് ഞാൻ കടന്നു ചെന്നത്. ടീച്ചർമാരൊക്കെ പലതും പറഞ്ഞു നോക്കുന്നു, അവരൊന്നും സെറ്റിലാവുന്നില്ല, കളിയാക്കാൻ ശ്രമിക്കുന്നു, ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തായാലും എനിക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം, എന്തായാലും ഞാനൊരു 10-15 മിനിറ്റ് കൊണ്ട് ആ ക്ലാസ്സിനെ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവന്നു. ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ പറയാൻ പോയ കാര്യങ്ങളൊക്കെ വേറെയാണ്, പക്ഷേ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ഗൈഡൻസ് കൊടുക്കാനായിട്ടാണ് പോയത്. പക്ഷേ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, അവരെ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം റെസ്പെക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ആ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, അവരവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവരതിനോട് വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും. തിരിച്ചു പോരുമ്പോൾ ഞാൻ കണ്ടത് ഭയങ്കര അച്ചടക്കത്തോടെ, നല്ല റെസ്പെക്റ്റോടെ, നല്ല റിഗാർഡോടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ക്ലാസ്സിനെയാണ്. എനിക്കൊത്തിരി സന്തോഷം തോന്നി. അവിടുത്തെ ടീച്ചേഴ്സ് വല്ലതും എന്നോട് പറഞ്ഞത്, വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ കുട്ടികൾ ഇരിക്കുന്നത് ഞങ്ങളൊന്ന് കാണുന്നു, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ടീച്ചർ വന്നൊരു ഫോട്ടോ എടുക്കുന്നതുണ്ട്. ഞാൻ പറയാൻ കാരണം, നമ്മൾ ചെറുപ്പക്കാർക്ക് ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വിവാഹ ജീവിതത്തിലൊക്കെ ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് റെസ്പെക്റ്റ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുക. റെസ്പെക്റ്റ് ചെയ്യുന്ന എന്തോ ഒരു കുറച്ചിലാണെന്നും അനുസരിക്കുന്നതൊക്കെ എന്തോ വലിയ പോരായ്മയാണെന്നും ഒക്കെ തോന്നുന്നത് ഒരു വൈകല്യമാണ്. നിയമങ്ങളെ തന്നെ അനുസരിക്കുന്ന ഒരു രീതി ഇന്ന് പലർക്കും കുറവാണ്. അപ്പോൾ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഞാൻ കാണുന്നതാണ്, ഈ ചെറിയ പ്രായത്തിൽ തന്നെ മുതിർന്നവരെയൊക്കെ പേരൊക്കെ വിളിക്കുക, അതൊക്കെ ഏതുകൊണ്ട് വലിയ സംഭവം പോലെയാണ്. ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. അതൊക്കെ ഒരു ചീപ്നെസ്സിൻ്റെ തുടക്കമാണ്. അത് തുടങ്ങുന്നതിൻ്റെ ആരംഭമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ സംസ്കാരം വ്യത്യസ്തമാണ്. അമേരിക്കക്കാരുടെ സംസ്കാരമല്ല നമ്മുടേത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരാൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ എന്നെ ഒരാൾ സുനിൽ അങ്കിൾ എന്നൊരു ഒരു ചെറുപ്പക്കാരൻ വിളിക്കുമ്പോൾ, അല്ലെ സാറേ എന്ന് വിളിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നും. ആ സന്തോഷത്തിൽ നിന്നാണ് ഞാൻ തിരിച്ച് ആ വ്യക്തിക്ക് എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ നമ്മളൊരാളെ കയറി ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ട് നമുക്കെല്ലാവരും ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങോട്ട് കരുതണം എന്നൊക്കെ എല്ലാവർക്കും കരുതൽ വേണം, എല്ലാവർക്കും എല്ലാ സർവീസുകളും കിട്ടണം, എല്ലാ വലിയ വലിയ ആഗ്രഹങ്ങളാണ്. എവറിത്തിങ് ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് യു ഗിവ്. നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. മൂന്നാമത് ഏറ്റവും പ്രധാനമായൊരു കാര്യം എമ്പതിയാണ്. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ഫീലിങ്ങിനെ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ ഫീലിങ്ങിനോട് ഒരു സമാനുഭൂതി, അവരോട് ചേർന്ന് നിന്ന് അവരെ മനസ്സിലാക്കാൻ കഴിയുക. അതൊരു സഹാനുഭൂതിയൊന്നും അല്ല, ഒരു സിമ്പതിയല്ല. എമ്പതി എന്ന് പറയുന്നത് മറ്റുള്ളവരെ അവരുടെ തലത്തിൽ മനസ്സിലാക്കാനുള്ളൊരു കഴിവാണ്. നമുക്ക് നല്ല സൗഹൃദങ്ങൾ വേണമെങ്കിൽ എമ്പതി വേണം, നല്ല കോഡിയൽ അന്തരീക്ഷം നമുക്ക് ഒരു ഓഫീസിലൊക്കെ വേണമെങ്കിൽ എമ്പതി വേണം. നമ്മുടെ കൂടെയുള്ളൊരു കൊളീഗ് ജോലിയിൽ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഒന്ന് പോയി ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുത്താൽ നമുക്ക് നാളെ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു ബോസ് വലിയ ടാർഗറ്റൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആ ബോസിനെ സംബന്ധിച്ച് അത് വലിയ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഉയർന്നു നിന്ന് അവരെ ഒന്ന് വിജയിപ്പിച്ച് കൊടുത്താൽ നാളെ നമുക്ക് വിജയിക്കാനുള്ള അവസരങ്ങൾ അവരും തരും. ഇതാണ് എമ്പതിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. ഒരു വൈഫ് അടുക്കളയിലൊക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ പോലും യാതൊരു വികാരവും ഇല്ലാതെ ഫ്രണ്ടിലിരുന്ന് ടി വി കാണുന്ന ആണുങ്ങൾ ഇന്നുമുണ്ട്. രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ്, രണ്ടുപേരും ക്ഷീണിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. ഒരാൾ മാത്രം വീട്ടിൽ വന്നാലും റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നെങ്കിൽ അതൊരു വലിയ പരാജയമാണ്, വലിയൊരു ദാരിദ്ര്യമാണ് ആ വീട്ടിലുള്ളത്. കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അമ്മയ്ക്ക് വയ്യ ഒരു ദിവസം, അമ്മ ഒരു ദിവസം റെസ്റ്റ് എടുത്തോ, അച്ഛന് വയ്യാത്തൊരു ദിവസം അച്ഛനെ
ഒന്ന് സഹായിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലെ കാറ് വൃത്തികേടായിട്ട് കിടക്കുന്നു, ആ കാറൊന്ന് വൃത്തിയാക്കുമ്പോൾ, പ്രത്യേകിച്ച് പൊതുവായിട്ടുള്ള ആരുടെയും ടെറിട്ടറിയിലുള്ള അല്ലാതെ ജനറലായിട്ടുള്ള ഒരുപാട് ജോലികളൊക്കെ വീടുകളിലുണ്ട്. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? എമ്പതി ഉള്ളവരാണ് ചെയ്യുന്നത്. മുറ്റം തൂക്കുന്നത് ആ മനസ്സിലാക്കൽ, നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് വന്നാൽ വൃത്തിയായിരിക്കണം, അതിനാണ് മുറ്റം തൂക്കുന്നത്. അതാരാണ് ചെയ്യുന്നത്? അതൊരു എമ്പതിയാണ്. നമ്മൾ ഒരാൾക്ക് സുഖമില്ലെങ്കിൽ അവരെ ഒന്ന് ശുശ്രൂഷിക്കുന്ന ഒരു എമ്പതിയാണ്. ഒരാൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന ഒരു എമ്പതിയാണ്. നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരെ കാണാൻ കഴിയുകയും അവരെ മനസ്സിലാക്കാൻ കഴിയുക, അവരോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതൊക്കെ വലിയൊരു ക്വാളിറ്റിയാണ്. ഇത്തരം ക്വാളിറ്റികളൊന്നും ഇല്ലെങ്കിൽ മനുഷ്യനാകുന്നില്ല. നമ്മൾ കുറേ മനുഷ്യരെയൊക്കെ ഫാക്ടറിക്ക് ഫിറ്റാക്കി എടുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കുറേ ജോലി ചെയ്യാൻ വേണ്ടി ഈ അടുത്തതിൽ ഒരു തമാശ കേട്ടത്, നാരായണമൂർത്തിയെ പോലുള്ള വളരെ ഉന്നതനായ ഒരു മനുഷ്യൻ പറഞ്ഞത്, നമ്മൾ ഞായറാഴ്ച കൂടി ജോലി ചെയ്യണം. അത് L&Tയുടെ നേതാവും കൂടെ അത് ഏറ്റുപിടിക്കുന്നത് കണ്ടു. നമ്മൾ ഞായറാഴ്ച കൂടെ എല്ലാ ദിവസവും ജോലി ചെയ്യണം, നമുക്ക് 90 മണിക്കൂറും 100 മണിക്കൂറും ഒക്കെ ജോലി ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താണ്? ഈ സിഇഒമാർക്കെന്ന് പറയുന്നത് അവരുടെ ജീവിതം എന്തായാലും കൊണ്ട് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി കളഞ്ഞവരാണ്. അവർക്ക് അതിൽ നിന്ന് ഭയങ്കര ലഹരി കിട്ടുന്നവരാണ്. അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം അവർക്ക് കിട്ടുന്നു, അതിൻ്റെ പേരും പെരുമയും അവർക്ക് കിട്ടുന്നു. ഒരു സാധാരണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അവന് മുഖം പോലും ഇല്ല. അവൻ ജോലി ചെയ്യാൻ പോകുന്നത് അവന് ജീവിക്കാൻ വേണ്ടിയാണ്, അവന് ഇച്ചിരി നേരം ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയാണ്, അവനൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു ആഹാരം നല്ലത് കഴിക്കാൻ വേണ്ടിയാണ്, അവരുടെ മക്കൾക്ക് വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറേ ജോലി ചെയ്യലല്ല, ജോലി എന്തിനു വേണ്ടിയാണ്? ജോലി ജീവിതത്തിന് വേണ്ടിയാണ്. ആ ജീവിതത്തിന് നന്മയില്ലാതെ വന്നാൽ, അല്ലെങ്കിൽ അതിന് സന്തോഷമില്ലാതെ വന്നാൽ ഒരു മനുഷ്യനും ജോലി ചെയ്യാനായിട്ട് പോവില്ല. അപ്പോൾ ജോലിക്ക് വേണ്ടി കുറേ മനുഷ്യരെ സൃഷ്ടിക്കലല്ല അത്. അത്തരം ആഗ്രഹങ്ങളൊക്കെ ഒരു മെറ്റീരിയലിസ്റ്റിക് സൊസൈറ്റിയിൽ, ഒരു ക്യാപിറ്റലിസ്റ്റിക് സൊസൈറ്റിയിൽ ഉണ്ടാകും. പക്ഷേ അതിനെയൊക്കെ നമ്മൾ ചെറുത്ത് നിന്നേ പറ്റുള്ളൂ. നമ്മൾ ആവശ്യത്തിന് ജോലി ചെയ്യണം, എവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് നമ്മൾ അറിയണം. നമ്മൾ ജോലിക്ക് വേണ്ടി ജീവിക്കുകയല്ല, നമ്മൾ ആ ജീവിതം ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവരുടെ വൈകാരികമായ ആവശ്യങ്ങളോടൊക്കെ മനസ്സിലാക്കുകയും വീട്ടിലുള്ളവരുടെ ശാരീരിക ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും നമുക്ക് വീട്ടിന് ചുറ്റുപാടുള്ള സമൂഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഇവിടെ എല്ലാം മീനിങ് ഫുള്ളായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു നല്ല ഇൻഡിവിജ്വൽ ആകുന്നത്, നല്ലൊരു ലീഡറാകുന്നത്, നല്ലൊരു പേഴ്സണായി മാറുന്നത്. അപ്പോൾ അതിന് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതത്തിനൊരു ഫ്രൂട്ട്ഫുൾനെസ് ഇല്ല, അല്ലെങ്കിൽ അതിനൊരു അർത്ഥമില്ല. സക്സസ് എന്നൊക്കെ നമ്മൾ വിളിക്കും ഈ വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടുമ്പോൾ. പക്ഷേ പല സക്സസ്ഫുള്ളായ ആൾക്കാർ അവസാനം ഒരു ദുരന്തമായി മാറാറുണ്ട്. കാരണം ഒരു മീനിങ് ഫുൾനെസ്സും ചിലപ്പോൾ അവർക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ല. കാരണം ഈ സക്സസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൂട്ടുന്നതെല്ലാം കാറിൻ്റെ നീളവും വീടിൻ്റെ വലുപ്പവും ഒക്കെ ആണെങ്കിൽ അവസാനം അതൊന്നുമല്ല. എത്ര റിലേഷൻഷിപ്പ് നമ്മളുണ്ടാക്കി, എത്ര പേരുടെ ജീവിതത്തിൽ നമുക്കൊരു സ്വാധീനമുണ്ട്, എത്ര മനുഷ്യർ നമ്മളെക്കുറിച്ച് കേൾക്കുമ്പോൾ സന്തോഷം വരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു ജീവിതം എത്ര അർത്ഥപൂർണമായി എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ. അതിനുവേണ്ടി മനുഷ്യനെ ഒരുക്കണം, അതിനും കൂടി ഒരുക്കണം. വെറും ഒരു ഫാക്ടറി ഫിറ്റ് മാത്രം പോരാ. അതുപോലെ ഏറ്റവും പ്രധാനമാണ് അധ്വാനിക്കാൻ, ആക്ഷൻ, പ്രവർത്തിക്കാനുള്ള കഴിവ്. പലരും തിയററ്റിക്കലിയൊക്കെ ഫൈനാണ്, പക്ഷെ പ്രവർത്തിക്കാനുള്ളൊരു കഴിവുണ്ട്. വീട്ടിലൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ടൊന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ എത്ര പേർ ശ്രമിക്കുന്നുണ്ട്? ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട്. ഇതൊരു ലീഡർഷിപ്പാണ്. ആക്ഷൻ എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പാണ്. ഒരു കാര്യം വന്നാൽ അതിനെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ടൊന്ന് എഴുന്നേക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഒരു സൊല്യൂഷന് വേണ്ടി വർക്ക് ചെയ്യാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ഒരു ഗ്യാപ്പ് വന്നാൽ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്ന കുറച്ച് മനുഷ്യർ വേണം. കുടുംബ ജീവിതത്തിൻ്റെയൊക്കെ വിജയം എന്ന് പറയുന്നത് ഒന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ കഴിയുന്ന മനോഭാവമാണ്. പലപ്പോഴും അതില്ല. നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, കുറേ തിയറിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഒരു ഹസ്ബൻഡ് എന്നോട് പറഞ്ഞതുപോലെ, ഞാൻ അവളോട് എപ്പോഴും പറയും കുട്ടികളെ അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്, കുട്ടികളെ അങ്ങനെയല്ല വളർത്തേണ്ടത്. ഞാൻ ചോദിച്ചു, സാറേ നിങ്ങൾക്ക് എന്താണ് ജോലി? നിങ്ങളവിടെ ഇരുന്നുകൊണ്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പോയി ഒരു മോഡലൊന്ന് കാണിച്ചു കൊടുത്തൂടെ കുട്ടികളുടെ അടുത്ത്? നിങ്ങൾക്ക് പോയി ആ ഭാര്യയുടെ ജോലി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൂടെ? ഡയലോഗ് മാത്രം കൊണ്ട് ലോകത്തൊന്നും നടക്കില്ല. നമുക്ക് ആശയങ്ങൾ ആവശ്യമാണ്. ആശയങ്ങൾ പോലെ തന്നെ ആ ആശയങ്ങളെ പ്രാവർത്തികമാക്കാൻ കഴിയുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും ലോകത്ത് നടന്നു കിട്ടുന്നത്. അതുകൊണ്ട് നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു എക്സ്പേർട്ടൈസ്, ഇരുന്ന് വലിയ തിയറികൾ പറയുന്നവരെ അല്ല കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഒരാൾ എന്നോട് ചോദിച്ചത്, പിന്നെ ഈ സാറിന് ഡോക്ടറേറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഡോക്ടറേറ്റ് ഒന്നുമില്ല. നമ്മൾ വഴിയിൽ ഒരു വണ്ടി പഞ്ചറാകുമ്പോൾ പിന്നെ നമ്മൾ ഈ ഓട്ടോമൊബൈലിൽ ഡോക്ടറേറ്റ് ഉള്ളവരെ
വരെ അല്ല വിളിക്കുന്നത്. വണ്ടി പഞ്ചറാകുന്ന ഒട്ടിച്ച് വണ്ടിയൊന്ന് ഓടിക്കാൻ കഴിയുന്ന, അല്ലെ എഞ്ചിനൊരു തകരാറ് വന്നാൽ പെട്ടെന്ന് വന്ന് അതിനെ ഒന്ന് ഓടിച്ച് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെക്കാനിക്കിനെയാണ് ആവശ്യം. അപ്പം നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മെക്കാനിക്കിൻ്റെ മനോഭാവത്തോടു കൂടിയാണ്. ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അവരെ എത്തിക്കേണ്ടിടത്തൊന്ന് എത്തിക്കുക, അതാണ് എൻ്റെ ജോലി. അവസാനമായിട്ട് ഇമോഷണൽ ഇൻ്റലിജൻസാണ്. നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വൈകാരിക തലത്തിൽ ഒരു സെൽഫ് കൺട്രോൾ നമുക്കില്ലെങ്കിൽ ഒരു ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. പല കുട്ടികളും തൊഴിൽ രംഗത്ത് തന്നെ പരാജയമാണ്. കാരണം അവർക്ക് ഒരു ക്രിറ്റിസിസം കേൾക്കാൻ വയ്യ. ഒരു ക്രിറ്റിസിസമൊക്കെ എന്താണ്? ഒരു ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്നത് നമ്മളെ ഒന്ന് ക്രിറ്റിക്കലായിട്ട് ഒരാൾ ഇവാലുവേറ്റ് ചെയ്യുകയും അതെല്ലാം ഒന്നും നെഗറ്റീവ് അല്ല. നമുക്ക് ക്രിറ്റിസിസത്തിനെ ക്ഷമയോടെ കേൾക്കാനും അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പഠിക്കാനും ഒക്കെ കഴിയണം. ഈഗോ അങ്ങ് ഉയർന്നു നിന്നാൽ നമുക്കൊന്നും പഠിക്കാനായിട്ട് പറ്റില്ല. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉയർന്നു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ, ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്നും സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കും. ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്ത ആൾക്കാരുടെ ഒരു വലിയ കുഴപ്പം എന്നാന്ന് വെച്ചാൽ അവരിൽ ഉയർന്നു നിൽക്കുന്ന ഈഗോയാണ്. ആ ഈഗോ മാറിയാലേ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാവുള്ളൂ. നമുക്ക് നേരെ വരുന്ന കാര്യങ്ങൾ, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, അതിൻ്റെ മെറിറ്റ് എന്താണ്, അതിനെ ക്ഷമയോടെ കേട്ട് മനസ്സിലാക്കി പോസിറ്റീവായി പ്രവർത്തിക്കുക. ഈ സമയത്ത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇമോഷൻ എന്താണ്? എനിക്ക് വരുന്ന ഇമോഷനല്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഇതിനു മുമ്പൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വികാരമുണ്ട്, വൈകാരിക ബുദ്ധിശക്തിയുണ്ട്. വികാരം എന്ന് പറയുന്നത് നമുക്ക് വരുന്ന അവസ്ഥയെ അങ്ങനെ തന്നെ അങ്ങ് എടുത്തു, ഞാനങ്ങ് പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറയുന്ന അതാണ്. അങ്ങനെ ചുമ്മാ പൊട്ടിത്തെറിക്കുകയും ദേഷ്യപ്പെടുകയും എല്ലാത്തിനോടും നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ഒന്നും ഗ്രഹിക്കാൻ പറ്റില്ല, ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, വളരാൻ പറ്റില്ല, മാറാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വികാരങ്ങളുടെ മേലൊരു കൺട്രോൾ വേണം. ഒരു സെൽഫ് ഡിസിപ്ലിനും സെൽഫ് കൺട്രോളും ഒക്കെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പ്രതിഫലനങ്ങളാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങൾ, മറ്റുള്ളവർ ചിലപ്പോൾ ഞാൻ ചിലരോടൊക്കെ വളരെ അവരെന്നോട് ആർഷായിട്ട് ഇടപെട്ടാലും ഞാൻ അവരോട് വളരെ സോഫ്റ്റായിട്ടേ മറുപടി പറയാറുള്ളൂ. കാരണം അവരൊരു രോഗാവസ്ഥയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ആൾക്കാരോടും നമ്മൾ അവരിടപെടുന്ന പോലെ തിരിച്ചിടപെടാൻ പാടില്ല. അപ്പോൾ പിന്നെ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ എല്ലാവരോടും ഡീസൻ്റ് ആയിരിക്കുന്നത് എല്ലാവരും എന്നോട് ഡീസൻ്റ് ആയതുകൊണ്ടല്ല, ഞാൻ ഡീസൻ്റ് ആയതുകൊണ്ടാണ് എന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ നമ്മൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആണെങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാൻ കഴിയും. വീട്ടിൽ ഒരാൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആണെങ്കിൽ അവരുടെ കൂടെ ഒരു 2 പേര് അതല്ലാത്തവർ കൂടെ കഴിഞ്ഞു പോകാൻ പറ്റും. നേരെ മറിച്ച് ആർക്കും അതില്ലെങ്കിൽ ദുരന്തമായിരിക്കും ഫലം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യുവജനങ്ങളിൽ സൃഷ്ടിച്ചെടുക്കാൻ, പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികളിലൊക്കെ അവിടെ മുതൽ സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അവർ ജീവിതത്തിലൂടെ വിജയികളാകും. ഒരു ജോലി രംഗത്തും അവർ കൂടുതൽ വിജയികളാകും. ഇല്ലെങ്കിൽ ഈ ഫാക്ടറി ഫിറ്റ് വേണ്ടി മാത്രമുള്ള കോച്ചിങ്ങും ട്രെയിനിങ്ങും മാത്രം പര്യാപ്തമാകില്ല എന്നൊന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ. നല്ലതെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ പ്രത്യേകം ശ്രമിക്കുക. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ചാനൽ ധാരാളം ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഉപകാരം മറ്റുള്ളവർക്ക് കൂടി ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ജീവിതം ആശംസിക്കുന്നു. ഹാപ്പി ലൈഫ്. താങ്ക് യു.